അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം 26 ഷോറൂമുകൾ. കോൾ 8590046916. മൂവാറ്റുപുഴയിൽ നിന്ന് ചരിത്ര വിജയം നേടി UDF സ്ഥാനാർത്ഥി മാത്യു കുഴൽനാടൻ. 42,000-ന് മുകളിൽ ഭൂരിപക്ഷം നേടിയാണ് മണ്ഡലത്തിൽ നിന്ന് മാത്യു കുഴൽനാടന്റെ രണ്ടാമത്തെ വിജയം. 2000 മുതലുള്ള ചരിത്രമാണ് മൂവാറ്റുപുഴ തിരുത്തിയെഴുതിയത്. 2000 മുതലുള്ള ചരിത്രം തിരുത്തിയെഴുതി മൂവാറ്റുപുഴ. 5 വർഷം കൂടുമ്പോൾ അധികാരം കൈമാറി നൽകിയിരുന്ന മൂവാറ്റുപുഴയുടെ ചരിത്രമാണ് ഇക്കുറി തിരുത്തിയെഴുതിയത്. സംസ്ഥാന കണക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിലും മൂവാറ്റുപുഴയിൽ UDF സ്ഥാനാർത്ഥി മാത്യു കുഴൽനാടൻ വമ്പിച്ച ഭൂരിപക്ഷമാണ് നേടിയിരിക്കുന്നത്. EVM വോട്ടും പോസ്റ്റൽ വോട്ടും ഉൾപ്പെടെ 1,48,131 വോട്ടുകളിൽ 89,914 വോട്ടുകളും നേടിയാണ് മാത്യു കുഴൽനാടൻ മണ്ഡലത്തിൽ നിന്നും രണ്ടാമതും വിജയിച്ചത്. കഴിഞ്ഞ തവണ 6,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് മാത്യു കുഴൽനാടൻ വിജയിച്ചതെങ്കിൽ ഇക്കുറി 42,829 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് മാത്യു കുഴൽനാടന്റെ വിജയം. പോസ്റ്റൽ വോട്ടുകൾ എണ്ണിത്തുടങ്ങിയപ്പോൾ മുതൽ തന്നെ മാത്യു കുഴൽനാടൻ വ്യക്തമായ ലീഡ് തുടർന്നിരുന്നു. മാത്യു കുഴൽനാടൻ 89,914, LDF സ്ഥാനാർത്ഥി N അരുൺ 47,085, 2020 സ്ഥാനാർത്ഥി സണ്ണി കടുത്താഴെ 9,840, SDPI സ്ഥാനാർത്ഥി ബാബു മാത്യു 609, നോട്ട 683 എന്നിങ്ങനെയാണ് മണ്ഡലത്തിൽ നിന്നുള്ള വോട്ട് നില. ഇതിൽ 2,646 പോസ്റ്റൽ വോട്ടുകളിൽ മാത്യു കുഴൽനാടൻ 1,807, N അരുൺ 692, സണ്ണി കടുത്താഴെ 125, ബാബു മാത്യു 11 വോട്ടും നേടി. 11 വോട്ടുകൾ നോട്ടയായിരുന്നു. മൂവാറ്റുപുഴയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് 40,000-ന് മുകളിൽ ഭൂരിപക്ഷം നേടി നിയമസഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി വിജയിക്കുന്നത്. വിജയമുറപ്പായ ആദ്യ മണിക്കൂറുകളിൽ തന്നെ UDF പ്രവർത്തകർ വിജയാഘോഷം തുടങ്ങിയിരുന്നു. ആഘോഷത്തിന്റെ ഭാഗമായി വോട്ടെണ്ണൽ കേന്ദ്രത്തിന് മുന്നിൽ കുഴലപ്പ വിതരണം നടത്തുകയും പാർട്ടി ഓഫീസിൽ മധുര വിതരണം നടത്തുകയും ചെയ്തു. ഏരിയ കമ്മിറ്റിക്കുള്ളതാണ്. കഴിഞ്ഞ 5 വർഷക്കാലം മൂവാറ്റുപുഴയിലെ CPMകാർ ഈ കുഴലപ്പം വിതരണം ചെയ്ത് ഞങ്ങളുടെ MLA കളിയാക്കി കൊണ്ടുവന്നു. ഇനി ഞാൻ ആ CPMന്റെ ആളുകളോട് പറയുന്നത്, ഈ കുഴലപ്പം നിങ്ങൾ തിന്നേ പറ്റൂ. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് എത്തിയ മാത്യു കുഴൽനാടനെ തോളിലേറ്റിയാണ് പ്രവർത്തകർ സ്വീകരിച്ചത്. 10 വർഷമായി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടന്ന അഴിമതിക്കെതിരെയുള്ള ജനങ്ങളുടെ വിധിയെടുത്താണ് തെരഞ്ഞെടുപ്പ് ഫലമെന്ന് മാത്യു കുഴൽനാടൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കേരളത്തിൽ നടന്ന അഴിമതിക്കെതിരായ ജനത്തിന്റെ വിധിയെഴുത്താണ്. ഞങ്ങൾ കഴിഞ്ഞ 5 വർഷക്കാലം പ്രതിപക്ഷം എന്ന നിലയിൽ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞതിനെയെല്ലാം ആക്ഷേപിച്ച് പരിഹസിച്ച് പുച്ഛിച്ച് തള്ളിയ CPM എന്ന പാർട്ടിക്കും പിണറായി വിജയൻ എന്ന ധിക്കാരിയും ധാർഷ്ട്യക്കാരനുമായിട്ടുള്ള മുഖ്യമന്ത്രിക്കും ജനം നൽകിയ മറുപടിയാണ്. ഞങ്ങൾ വളരെ ഏറെ വിനയത്തോടെ നമ്രശിരസ്കരായി ഈ വിജയം ഏറ്റെടുക്കുന്നു. ഇവിടെ നടത്തിയ രാഷ്ട്രീയത്തിന് ജനം നൽകിയ തിരിച്ചടിയാണ്. ഞങ്ങൾക്കേറെ സന്തോഷവും അഭിമാനവുമുണ്ട്. UDF കെട്ടുറപ്പോടെ ഒറ്റക്കെട്ടായി ഒരു മനസ്സോടെ പ്രവർത്തിച്ചു. കഴിഞ്ഞ 10 വർഷക്കാലം ഈ കേരളത്തിൽ UDF പ്രവർത്തകരെ വേട്ടയാടിയതിന് ഞങ്ങൾക്ക് പകരം ചോദിക്കാൻ ദിനം തന്ന നിമിഷമാണിത്. 100-ലേറെ ഭൂരിപക്ഷത്തോടുകൂടി. ഭരണവിരുദ്ധ വികാരവും വ്യക്തിപരമായ സ്വാധീനവും മുൻനിർത്തിയാണ് മാത്യു കുഴൽനാടന്റെ വിജയം. കഴിഞ്ഞ 5 വർഷം നിയമസഭയിൽ സർക്കാരിനെതിരായ പോരാട്ടങ്ങളിൽ മുൻനിരയിൽ നിന്നത് മാത്യു കുഴൽനാടന് വലിയ ജനപ്രീതി നേടി നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health.